തോൽവിയേക്കാൾ ഏറ്റവും വലിയ ഡേഞ്ചർ റിഗ്രറ്റാണ്. അതായത് നമ്മളെക്കൊണ്ട് അത് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ഇഞ്ചായിട്ട് കൊല്ലും. നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള പരിപാടി എല്ലാം എടുത്തിട്ട് നമ്മളത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. അതായത് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ, ഇത് ശ്രമിച്ചതിന് ശേഷം കേട്ടോ, വെറുതെ തുടങ്ങുക, പൊട്ടാൻ വേണ്ടി തുടങ്ങിയ ആ ഒരു സെറ്റപ്പ് അല്ല. നമ്മൾ മാക്സിമം നമ്മുടെ പല്ലും നഖവും വെച്ചൊക്കെ പരിശ്രമിക്കാമെന്ന് അറിയില്ല, അങ്ങനെ ആക്രമിച്ച് പരിശ്രമിച്ച് തോൽക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വിഷമം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇത് ചെയ്യാൻ പറ്റാഞ്ഞാണ്ടല്ലോ, ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ഒരു 10-15 വർഷത്തിന് ശേഷം നമ്മളെ കൂട്ടുകാരൊക്കെ ഇരിക്കുന്ന സമയത്ത്, എടാ നിനക്കത് തുടങ്ങിക്കൂടായിരുന്നോ, നിനക്ക് അതിൽ നല്ല സ്കില്ല് ഉണ്ടായിരുന്നില്ലേ, അത് ഏത് സംഭവം ആയിക്കോട്ടെ, ക്രിയേറ്റീവ് മേഖലയിലാണെങ്കിലും ഇനി അല്ല വേറെ ഏത് ബിസിനസ്സിലായിക്കോട്ടെ, എന്തിലും ആയിക്കോട്ടെ, പിന്നെ നമ്മൾ ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് അത് ഇപ്പോഴേ കേൾക്കുമ്പോൾ താങ്ങുന്നില്ല. ആ സമയത്തൊക്കെ അത് എങ്ങനെ താങ്ങുമെന്ന് വെച്ചിട്ട് റിഗ്രറ്റ് ഇല്ലാതിരിക്കാം. എന്തും ആയിക്കോട്ടെ, തോൽക്കുന്നതിൽ ഒരു അന്തസ്സുണ്ട്, പക്ഷേ ശ്രമിക്കാതിരിക്കുന്നതിൽ അത് നമ്മളെ മാത്രം പ്രശ്നമാണത്. നമുക്ക് ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. തോറ്റു കഴിഞ്ഞാൽ നമുക്ക് പലതും ബ്ലെയിം ചെയ്യാം. സമയം ശരിയായില്ല, അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങൾ ഫേവറബിൾ ആയില്ല. പക്ഷെ തുടങ്ങാഞ്ഞത് നമ്മുടെ കോൺഫിഡൻസിന്റെ മാത്രം പ്രശ്നം. കോൺഫിഡൻസ് ഒരിക്കലും ഡേ 1 ഉണ്ടാവില്ല, അത് എടുത്ത് ചാടി തന്നെ. വാട്ട് ഇഫ് ഇറ്റ് വർക്ക്സ്, ആ ഒരു വാട്ട് ഇഫ് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിതകാലം തീർക്കണ്ടല്ലോ, നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടിക്കോട്ടെ. സോ ഇത് കേൾക്കുന്ന ആർക്കും റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കട്ടെ. എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് തുടങ്ങുക. ഇനി കാത്തുക്കണ്ട, ഓൾറെഡി ലേറ്റായി. ഇനിയും കാത്തു നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെ പ്രതികൂലമായിട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ ബാധിക്കും. തുടങ്ങുക, ഔട്ട്കം നമുക്ക് വരും പോലെ നോക്കാമെന്ന്. സോ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി.